So once again welcome back to our channel guys. So ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ചക്കക്കുരു കൊണ്ട് പായസം ഉണ്ടാക്കും. പ്രഥമം എന്നൊക്കെ പറയും I guess. പിന്നെ ഈ ചക്കക്കുരു നല്ലോണം കണ്ടിച്ച് അതിനെ തൊലി കളഞ്ഞിട്ട് കഴുകിയൊക്കെ എടുക്കണം. എന്നിട്ട് കുക്കറിനകത്ത് ഇട്ടിട്ട് അതിന് ലൈക്ക് 5-6 അടി അടിക്കാൻ വേണ്ടി വെച്ചു അടച്ച്. സോ അത് അടിക്കാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര പൊടി എടുത്ത് വെള്ളത്തിലോടിടാം. അതിനെ നമ്മൾ നല്ല ലിക്വിഡ് ഫോമിൽ നല്ലോണം മിക്സ് ആക്കി എടുക്കണം. ശർക്കര വെള്ളം ഉണ്ടാക്കണം. മീഡിയം ഹീറ്റിൽ വെച്ചാൽ മതി. എന്നിട്ട് നല്ലോണം ഇളക്കണം. അതിൻ്റെ ഇങ്ങനെ കട്ടയ്ക്ക് ഇരിക്കുന്നതൊക്കെ നല്ല മെൽറ്റായി വരണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ചു വെച്ച ചക്കക്കുരു ഇല്ല, അത് നെയ്യിലിട്ട് നമുക്ക് വറുത്തെടുക്കാവേ. നമ്മൾ മിക്സ് ചെയ്യണം നല്ലോണം. നല്ലൊരു പേസ്റ്റ് ഫോമിൽ വരുത്തണം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഞങ്ങൾ ചെയ്തേക്കുന്നത്. ഈ ഒരു ഫോമിൽ വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് നമ്മൾ ശർക്കര അരിച്ചിട്ട് ഇതിലോട്ട് ഇടണം. അപ്പം നല്ല അല്ലെങ്കിൽ പൊടി ഉണ്ടെങ്കിൽ അത് പോകും. അതിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അത് രണ്ടും നല്ലോണം മിക്സ് ആക്കണം. അത് നല്ലോണം അതിലങ്ങ് അരിഞ്ഞ് ചേരണം. അതുവരെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ നല്ലോണം മിക്സ് ആക്കണം. അത് ലോ ഹീറ്റിൽ വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇത്തിരി ഏലക്ക പൊടിച്ചെടുക്കാം, അതിലോട്ട് ഇടാം. അപ്പോൾ അതിടപ്പം നല്ലൊരു സ്മെല്ല് കിട്ടും. അതിൽ നിന്ന് നല്ലതാണ്. അത് നല്ല സ്മെല്ലാണ്, നല്ല ടേസ്റ്റും ആയിരിക്കും ഇതിടപ്പം. ഇത് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാറുണ്ട്. പിന്നെ അത് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം. ഇച്ചിരി സമയം മീഡിയം ഹീറ്റിൽ വറ്റുന്ന വരെ, ഇച്ചിരി ഇതാകുന്ന വരെ. പിന്നെ നമ്മൾ തേങ്ങാപ്പാലും പാലൂടെ മിക്സ് ചെയ്തു. അത് കഴിഞ്ഞ് അത് രണ്ടും അതുകൂടെ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പായസത്തിന് കിട്ടുന്നത്. ഇത് നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം എല്ലാവരും കൂടെ. ഇതുണ്ട് ഇപ്പം നമ്മളുണ്ട്. ഇത് ഇച്ചിരി വറ്റിയ രീതി ആയില്ലേ, ലൈക്ക് ഇത്തിരി കുറഞ്ഞ് അങ്ങനെ. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് കുറഞ്ഞ് വന്ന രീതിക്ക് അത്രയും ടേസ്റ്റ് കൂടും. അതിനനുസരിച്ച് ഇത്തിരി പാലൂടെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക. മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് ഇത്തിരി സമയം ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് ഇടാം. നമ്മളിപ്പം ഇവിടെ 1 സ്പൂണാണ് ഇടുന്നത്. 1 സ്പൂൺ മിൽക്ക് മെയ്ഡ് നമുക്ക് നല്ലോണം കലക്കി ഇട്ട് കൊടുക്കണം അതിൻ്റെ അകത്ത്. ഇപ്പോൾ നമ്മൾ 1 സ്പൂൺ കറക്റ്റ് എടുക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂടുതലും എടുക്കാം, പക്ഷേ 1 സ്പൂണാണ് നല്ലത്. മറ്റു ഷുഗറും ആകത്തില്ല. പിന്നെ നല്ലോണം ഇളക്കി നല്ല മീഡിയം ഹീറ്റിൽ വെച്ച് നല്ലോണം ഇളക്കി കൊടുക്കണം. അത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ആവും. പിന്നെ അതിൻ്റെ ഇത്തിരി ക്രിസ്പിനെസ്സും അതൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കിഷ്മിഷും പിന്നെ കാജു എടുത്തിട്ട് നല്ല നെയ്യിലിട്ട് വറുത്തെടുക്കുക. അതിനെ നല്ലോണം എടുത്ത് വറുത്തിട്ട് ആ നെയ്യോടെ കൂടെ തന്നെ നമുക്ക് പായസത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അത് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഇത് നല്ലതാണ്. ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കിയത്. നമ്മൾ ചക്കക്കുരുയും കളയുന്നില്ല. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് നിങ്ങൾ ട്രൈ ചെയ്യുക. അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളോട് കമൻറ്റ് ചെയ്ത് പറയുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.